കത്തോലിക്ക സഭയിലും ഓർത്തഡോക്സ് യാക്കോബായ സമുദായ സഭകളിലുമൊക്കെ വിശുദ്ധരോടുള്ള ഭക്തി പ്രകടനത്തിൽ യഥാർത്ഥമായ അവരുടെ ഭക്തി സ്വീകരിക്കുന്നത് ആരാണ്? അതിൽ അത്തരം ഭക്തി പ്രകടനങ്ങളിൽ സാത്താൻ്റെ ആൾമാറാട്ടവും ആത്മീയ അട്ടിമറിയും നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അത്തരം സഭകളിലെല്ലാം ആത്മീയമായി അവർ വിശ്വാസികൾ പിന്നോട്ട് വരുന്നതും വലിയ സംഘർഷങ്ങളൊക്കെ ഇന്നത്തെ ആത്മീയ മണ്ഡലങ്ങളിൽ നാം കാണുന്നതും. കാരണം ക്രിസ്തുവിൽ നിന്നും അവർ അകന്നുപോയി. അന്ധമായ ഒരു ഭക്തി, വെറും മനുഷ്യരോടുള്ള പാരമ്പര്യത്തോടുള്ള ഭക്തി അവരെ ദൈവത്തിൽ നിന്നും ദൈവ സ്വഭാവത്തിൽ നിന്നും ദൈവപ്രതിമയായ ക്രിസ്തുവിൽ നിന്നും അകറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവരുടെ ഭക്തികൾക്ക് പിന്നിൽ നടക്കുന്ന ഒരു വലിയ ആൾമാറാട്ടമുണ്ട്. ആത്മീയമായ അട്ടിമറി നടക്കുന്നുണ്ട്. വെളിച്ചദൂതനായി പ്രത്യക്ഷപ്പെടുന്ന സാത്താൻ്റെ സകല പ്രവൃത്തികളും അവിടെ വെളിപ്പെടുന്നുണ്ട്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. യേശു മാത്രം അർഹിക്കുന്ന പദവികൾ അവ അർഹിക്കാത്തവർക്ക് കൊടുത്ത് യേശുക്രിസ്തുവിൻ്റെ അതുല്യത നശിപ്പിക്കുക എന്നതാണ് സാത്താൻ്റെ റോമൻ കത്തോലിക്ക തന്ത്രം. ഓർത്തഡോക്സ് സഭയിലും യാക്കോബായ സഭയിലുമൊക്കെ ഈ മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ നടക്കുന്നത് സാത്താൻ്റെ ചില തന്ത്രങ്ങളാണ്. യേശുവിനെ മാറ്റി നിർത്തി യേശുവിനുള്ള പ്രാധാന്യവും യേശുവിനുള്ള അപ്രമാദിത്വവും സഭാപ്രസ്ഥാനങ്ങൾക്കും മറിയത്തിനും വിശുദ്ധന്മാർക്കുമൊക്കെ കൊടുത്ത് യേശുവിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുവാൻ വ്യക്തി ജീവിതങ്ങൾക്ക് അവസരം നിഷേധിക്കുന്ന ഇത്തരം മാനുഷികമായ പാരമ്പര്യങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും ജനത്തെ ദൈവത്തിങ്കിലേക്ക് നടത്തുവാൻ പരാജയമുണ്ടാകും എന്നുള്ളതാണ് സത്യം. റോമൻ കത്തോലിക്ക മതമെന്ന പ്രസ്ഥാനത്തിലുടനീളം കാണുന്ന തന്ത്രം യേശുക്രിസ്തു മാത്രം അർഹിക്കുന്ന മാനവും മഹത്വവും കവർന്നെടുത്ത് അത് മറ്റു പലർക്കും മറ്റു പലതിനുമായി വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വിശ്വാസികളുടെ പ്രായോഗിക ജീവിതത്തിൽ യേശുക്രിസ്തുവിനുള്ള അതുല്യത മറ്റു പലരോടുമുള്ള വിശുദ്ധരോടുള്ള അതിരുകവിഞ്ഞ ഭക്തി പ്രകടനങ്ങളിലൂടെയും ബൈബിൾ വിരുദ്ധമായ അനേകം പാരമ്പര്യ വിശ്വാസങ്ങളിലൂടെയും അവർ നഷ്ടമാക്കുകയാണ് ചെയ്യുന്നത്. യേശുവിലുള്ള കൃപ വാസ്തവത്തിൽ അവർ നഷ്ടമാക്കി കളയുന്നു. ഇത് സാധാരണക്കാർക്ക് പോലും സത്യസന്ധമായി തുറന്ന മനസ്സോടെ സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അവർ തങ്ങളുടെ പാരമ്പര്യങ്ങളിലൂടെ വിശുദ്ധന്മാരെയും കൃത്രിമമായി ഒരു മറിയത്തെയും കൃത്രിമമായ ഒരു വ്യക്തിത്വം കൊടുത്ത് നിർമ്മിച്ച് ആത്മീയ അട്ടിമറി നടത്തുകയാണ് ചെയ്യുന്നത്. വേഷം കെട്ടലും കപടനാട്യവും വഴിയായി ഒരു കൃത്രിമ മറിയത്തെ നിർമ്മിച്ചെടുത്തിരിക്കുന്നു. മനുഷ്യൻ്റെ ബുദ്ധിയെയും ചിന്താരീതികളെയും പാരമ്പര്യങ്ങളെയും ദൈവവചനമായ ബൈബിളിനേക്കാൾ ഉന്നതവും പ്രസക്തവുമാക്കുക എന്ന റോമൻ കത്തോലിക്ക മതത്തിൻ്റെ തന്ത്രത്തിലൂടെ കന്യകയായ മറിയത്തെ നിത്യകന്യകയായും യേശുവിൻ്റെ അമ്മയെ ദൈവത്തിൻ്റെ അമ്മയായും രൂപാന്തരപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ അനേക വർഷങ്ങളിലൂടെയുള്ള കൗശലപൂർവമായ കൃത്രിമ പണികളിലൂടെ ഇല്ലാത്ത സ്വഭാവ ഗുണവിശേഷങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി ഒരു പുതിയ മറിയത്തെ ഉപായപൂർവം രൂപീകരിച്ചെടുത്തിരിക്കുന്നു. യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തിന് ഇല്ലാതിരുന്ന ഗുണവിശേഷങ്ങൾ പാരമ്പര്യങ്ങളിലൂടെ മനഃപൂർവ്വം വാർത്തെടുത്ത് മെനഞ്ഞെടുത്ത് യഥാർത്ഥ മറിയത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തയായ മറ്റൊരു മറിയത്തെ നിർമ്മിച്ചെടുത്തിരിക്കുന്നു. അതിലൂടെ ശത്രുവായ സാത്താൻ വൻകാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജനത്തെ കീഴടക്കുന്നു, അടിമപ്പെടുത്തുന്നു. യഥാർത്ഥ മറിയവും ഇന്നത്തെ പുതിയ മറിയവും പ്രഥമദൃഷ്ട്യാ ഒരേ വ്യക്തിയാണ് എന്ന് പലർക്കും ചിന്തിക്കാൻ കഴിവില്ലാത്തവർക്ക്, വിവേചന ബുദ്ധിയില്ലാത്തവർക്ക് തോന്നിയേക്കാമെങ്കിലും വാസ്തവത്തിൽ ഇവർ പരസ്പര വിരുദ്ധങ്ങളായ വ്യക്തിത്വ വിശേഷതയുള്ള വ്യക്തികളാണ്. ബൈബിളിലെ മറിയമല്ല ഇന്ന് നാം സഭകളിൽ കാണുന്ന മറിയങ്ങളുടെ പ്രതിമകളും അവയുടെ ആചാരങ്ങളും ഒന്നും. ഒരു ചരിത്ര വ്യക്തിയായ യഥാർത്ഥ മറിയത്തെ അടിസ്ഥാനപ്പെടുത്തി യഥാർത്ഥ മറിയത്തിനില്ലാത്ത ഗുണവിശേഷങ്ങൾ കൃത്രിമ മറിയത്തിന് നൽകി യേശുവിനുള്ള ഗുണവിശേഷങ്ങളെല്ലാം മഹിമയെല്ലാം കൃത്രിമ മറിയത്തിന് കൊടുത്ത് ആ മറിയത്തിനുണ്ടെന്ന് പറഞ്ഞ് പരസ്യപ്പെടുത്തി കൃത്രിമ മറിയത്തെ, മനുഷ്യനിർമ്മിതമായ മറിയത്തെ യേശുവിനെ പോലെ ആക്കി യേശുവിൻ്റെ അതുല്യത നശിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ യഥാർത്ഥ മറിയത്തിൻ്റെ പേരിൽ
യഥാർത്ഥ മറിയത്തിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു വ്യക്തിയെ നിർമ്മിച്ചെടുക്കുന്നു, സംവിധാനം ചെയ്യുന്നു. പാരമ്പര്യങ്ങളിലൂടെ, അവരുടെ നിയമനിർമ്മാണങ്ങളിലൂടെ അവരത് സാധിച്ചെടുക്കുന്നു, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ജനങ്ങൾ അവയോട് പ്രാർത്ഥിക്കുന്നു, തിരികത്തിക്കുന്നു. അവരുടെ ആത്മീയ ജീവിതത്തെ അതിനു ചുറ്റും അവർ ക്രമപ്പെടുത്തുന്നു. അങ്ങനെ അവർ വിഗ്രഹാരാധികളായി മാറുന്നു, ദൈവത്തിൽ നിന്ന് അകലുന്നു, ദൈവ ശിക്ഷയ്ക്ക് അവർ പാത്രീഭൂതരാകുന്നു. അങ്ങനെ കൃത്രിമമായി രൂപപ്പെടുത്തിയെടുത്ത ഈ പുതിയ വ്യക്തിയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയും ഭക്തിയും തിരിച്ചുവിടുകയാണ് അവർ ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ ക്രിസ്തുവിരുദ്ധ ആത്മീയ ശക്തികൾ പ്രവർത്തിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. ഇതാണ് റോമാമത അധികാരികൾ പോലും മനസ്സിലാക്കിയിട്ടില്ലാത്ത അതിരഹസ്യമായ റോമൻ കത്തോലിക്ക മതതന്ത്രം അവരുടെ സംവിധാനങ്ങളിൽ കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇത്തരം വിശുദ്ധന്മാരോടുള്ള ഭക്തി, മറിയ ഭക്തി, യേശുവിൽ നിന്നും അവരെ മാറ്റി മറിയ ഭക്തിയിലേക്കുള്ള വലിയ ഒരു ആത്മീയ അട്ടിമറിയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ അട്ടിമറി. യേശുവിൻ്റെ പ്രധാന പ്രതിയോഗിയായി റോമൻ കത്തോലിക്ക മതത്തിലെ മറിയത്തെ വളർത്തുന്നതിലൂടെ അനേകം യേശു ഭക്തരെ തന്ത്രപൂർവം മറിയ ഭക്തരാക്കി മാറ്റിയെടുക്കുവാൻ ഈ തിന്മയുടെ ശക്തികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം. മറിയം എന്ന പേരിൽ വിലസുന്ന ഈ കപടാത്മാവ് ആരംഭത്തിൽ യേശുവിന് സമാന്തരമായും പിന്നീട് യേശുവിനേക്കാൾ വലുതായും ജനങ്ങളുടെ ഇടയിൽ വിലസും. നമ്മോടുള്ള അനന്തമായ സ്നേഹവും കരുണയും നിമിത്തം നമുക്ക് വേണ്ടി മരിക്കുക പോലും ചെയ്ത് ഈ യേശു ക്രിസ്തുവിനെ ഇപ്പോൾ നമ്മോട് മറിയത്തിനും വിശുദ്ധർക്കുമുള്ള അത്ര പോലും സ്നേഹവും കരുണയും ഇല്ല എന്നൊക്കെ ഊഹിക്കുകയും അതിൻ്റെ ഫലമായി നമ്മോട് കരുണ കാണിക്കാനായി യേശുവിനെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി മറിയത്തോടും വിശുദ്ധരോടും പ്രാർത്ഥിക്കുന്നതും യേശുവിനോട് കാണിക്കുന്ന വളരെ ഹീനമായ ബഹുമാനക്കേടും നന്ദികേടുമാണ്. കാരണം യേശുവിനാണ് നമ്മോട് ഏറ്റവും കൂടുതൽ സ്നേഹവും കരുണയുമുള്ളത്. അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു. അവൻ ക്രൂശിൽ സാധാരണ മനുഷ്യനായി ജീവിച്ച് ക്രൂശ് മരണം അനുഭവിച്ച് നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് താണ മനുഷ്യനായി ഈ ഭൂമിയിൽ ക്രൂശിന്മേൽ കൊല്ലപ്പെട്ട് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ആ വ്യക്തിയുടെ അത്രയും സ്നേഹം ഉള്ളവരാരാണ്? അപ്പോൾ ക്രിസ്തുവിനേക്കാൾ സ്നേഹം മറിയത്തിനാണ്, മറ്റ് വിശുദ്ധന്മാർക്കാണ്. ക്രിസ്തുവിനെ സമീപിക്കാൻ നമുക്ക് യോഗ്യതയില്ല എന്നൊക്കെ പറയുന്നത് ക്രിസ്തുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പൗലോസ് ചോദിക്കുന്നുണ്ട്, ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുവാൻ എന്തിന് കഴിയും? ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ആഴത്തിനോ ഒന്നിനും കഴിയുകയില്ല. പക്ഷേ ഈ മധ്യസ്ഥരിലൂടെ അത് സാധിച്ചെടുക്കുകയാണ് ഇന്നത്തെ സഭാപ്രസ്ഥാനങ്ങൾ. മറിയ ഭക്തി, വിശുദ്ധരോടുള്ള ഭക്തി, യേശുവിനുള്ള ദൈവസ്നേഹം, യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും മനുഷ്യരെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. വലിയ അപകടമാണ് സഹോദരങ്ങളെ. ചിന്തിക്കൂ.